ആണ് എന്ന് നമ്മളൊന്ന് വെടിപ്പായിട്ട് ആളുകളോട് പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പൊ ആ ഉസ്താദിന്റെ കുറേ വെട്ടുകിളി ഫാൻസ് വന്നിട്ട്, അവർക്ക് പിന്നെ നല്ലതൊന്നും പറയാനുണ്ടാകത്തില്ലല്ലോ, വാട്സപ്പിൽ പറയും, കുറേ എണ്ണം കയറി വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള പൂണ്ടു വിളയാടൽ. അവരുടെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഭയങ്കരമായ ഒരു ചർച്ചയും. അപ്പൊ ഉസ്താദിനെ തൊട്ട് കളിച്ചാൽ ഉസ്താദിന്റെ വെട്ടുകിളി ഫാൻസിന് ഇളകും. അപ്പൊ നമ്മള് ആനയെയും പേടിക്കണം, ആനപ്പിണ്ടത്തെയും പേടിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ കാക്കാമാരെ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് പാണ നടക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആനയെയും പേടിക്കില്ല, ആനപ്പിണ്ടത്തെയും പേടിക്കില്ല. ആളെ മാറ്റിപ്പിടി. ഇതൊന്നും നടക്കുന്ന സംഗതികളല്ല. അപ്പോ ഞാൻ വിചാരിച്ചു, ഉസ്താദ് വളരെ രസകരമായി ചില ഉപദേശങ്ങൾ ഇന്നലെ നൽകിയത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തന്നു. അതായത് ബെഡ്റൂമില് തുണി ഉടുത്ത് കളിക്കണോ തുണി ഉടുക്കാതെ കളിക്കണോ അതറിയാത്തതിന്റെ പേരില് ലക്ഷക്കണക്കിന് വിശ്വാസികളല്ലേ കളിക്കാതെ മാറി നിൽക്കുന്നത്. എത്രയോ ആളുകൾ വിവാഹം പോലും കഴിക്കാതെ മാറി നിൽപ്പുണ്ട്. അപ്പോൾ ഇവരുടെ കുരു പൊട്ടിയ വീഡിയോ ഒന്നുകൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കണം. എന്തിനാണെന്നറിയാമോ? ഇവര് പറഞ്ഞ് നിർത്തലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ഈ വിമർശനം അവസാനിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇവർക്കിടയിലുള്ള ആളുകൾ തന്നെ ചിന്തിക്കണം. നമ്മൾ കാരണമാണ് ഇസ്ലാം ഇത്രയധികം പരിഹസിക്കപ്പെടുന്നത്, മുസ്ലിങ്ങൾ അപമാനിക്കപ്പെടുന്നത് നമ്മൾ തന്നെ കാരണമാണ് എന്ന് ഇവർക്ക് നേരം വെളുക്കുവോളം നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ തുണി ഉടുത്ത് കളിക്കണോ ഉടുക്കാതെ കളിക്കണോ? പറയൂ ഉസ്താദ്, പറയൂ. പരസ്യം ഉസ്താദെ അപ്പോഴത്തേക്കിന് ഉസ്താദ് പ്രൈവറ്റ് ആക്കി ഓടിയത് ഞാൻ ആ വീഡിയോ എടുത്തും വെച്ചിട്ടില്ല കേട്ടോ. ശരി, സാരല്ല ഉസ്താദെ. ഉസ്താദിനെ പിടിക്കാൻ എൻ്റെ കയ്യിൽ വേറെയും മാർഗങ്ങളുണ്ട്. വേറെയും ചില സാധനങ്ങളെ ഞാൻ ഉസ്താദിന് ഗിഫ്റ്റായിട്ട് തരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഖുർആൻ പറയുക, ഹദീസ് പറയുക, ഖുർആനികപരമായി ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യുക എന്ന ദൗത്യമാണ് മുസ്ലിം പുരോഹിതന്മാരിൽ മുസ്ലിം ജനതയെ അർപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി ഇവര് സെക്സ് കഥകളും കളിയും കുളിയും ഒക്കെ പറഞ്ഞ് ഇവര് ജനങ്ങളെ കമ്പിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഉസ്താദുമാര് പറയുന്ന വൃത്തികേടുകൾ എടുത്തു പറയുമ്പോൾ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ലടാ കാക്കാമാരെ. എനിക്ക് നല്ല തൊലിക്കട്ടിയാ. നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിലൊന്നും ഞാനിത് ഇട്ടിട്ട് ഓടുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ വളരെയേറെ സ്ഥാനമുള്ള ഒരു കാര്യമാണ് ലൈംഗികത. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ വളരെയേറെ സ്ഥാനമുള്ള ഒരു കാര്യമാണ് ലൈംഗികത എന്ന് പറയുന്നത്. ഈ ലൈംഗികമായ വിഷയങ്ങളിൽ കൃത്യത ഇല്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിപ്പോകാറുണ്ട്. എന്നാൽ ഭാര്യയും നമസ്കാരത്തെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ താളം തെറ്റത്തില്ല. നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇസ്ലാമിക രൂപത്തിലുള്ള മാനദണ്ഡങ്ങൾ, ഖുർആന്, ഹദീസ്, ഇതൊന്നും ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ താളം തെറ്റിക്കുന്ന സംഗതിയേ അല്ല. പക്ഷേ കളിയെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ തമ്മിലുള്ള സെക്ഷൽ ലൈഫിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ദാമ്പത്യ ജീവിതം ഉലയ്ക്കാൻ ഒരാൾക്കും കഴിയില്ല. അത്രമേലത് പക്കയായിരിക്കും. വിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വിഷയമാണ്. വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ചെറിയ കാര്യമൊന്നുമില്ല. ഇസ്ലാം സ്പർശിക്കാത്ത ഒരു മേഖലയും ഇല്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ഒരു പരാതി,
കാണാറുണ്ട്. ചില ഭർത്താക്കന്മാർ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ വായിച്ചു ചില കമന്റ്സ്. ഞാൻ അവളെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവൾ വരുന്നില്ല. ഇതാണ് ഒരു പരാതി. ചില സഹോദരിമാര് പറയുന്നത് കണ്ടു, എന്റെ കെട്ടിയവന് ഇത് മാത്രമേ ഉള്ളൂ ചിന്ത, വേറൊരു കാര്യത്തിലും പുള്ളിക്ക് വേണ്ട. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ പുരുഷൻ, ഞാൻ അല്പം കൂടെ സൈക്കോളജി കൂടെ എടുത്തിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഈ പുരുഷന്മാരുടെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സെക്ഷൽ തോട്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ സെക്ഷൽ ഫീലിംഗ് ഉണ്ടാകുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടാണ്, വളരെ പെട്ടെന്നാണ്. പെട്ടെന്ന് ഒരു ചിന്ത വന്ന് അവന് പെട്ടെന്ന് സെക്ഷൽ മൂഡിലേക്ക് വരികയും ആ ഒരു സെക്ഷലായ ചിന്ത പോയി കഴിയുമ്പോഴേക്ക് അവൻ അതിൽ നിന്ന് റിലീവ് ആകുകയും ചെയ്യും. എന്നാൽ സ്ത്രീ അങ്ങനെയല്ല, അവൾ ഓണായി വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പൊ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പുരുഷൻ പെട്ടെന്ന് തന്നെ സെക്ഷലായി അവൻ ഇൻസ്റ്റന്റ് ആയിട്ട് സെക്ഷലിൽ ഒരു ഫീൽ വരുമ്പോൾ ഭാര്യയോട് പറയും, പടി നമുക്ക് പോകാം, അല്ലെങ്കിൽ കുട്ടികളെ വേഗം ഉറക്കം, നമുക്ക് ഇന്നലെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഭാര്യ പറയും, കാരണം അവൾ ഓണായിട്ടില്ല, ഇവൻ ഓണായി നിൽക്കാൻ, അവൾ ഓണായിട്ടില്ല, അവളൊരു സാധാരണ പെണ്ണായി എപ്പോഴും നിൽക്കാൻ, അവളിൽ സെക്ഷൽ ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് അവളോട് ഇത് പറയുമ്പോൾ അവൾ പറയും, നിങ്ങൾക്ക് ഇത് എന്റെ ചിന്ത, മനുഷ്യരടങ്ങനെ കൊണ്ടു പോകും. ഇവിടെ എന്തായി? ഇത് രണ്ടുപേരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. ഭാര്യ മനസ്സിലാക്കണം, ഭർത്താവ് എപ്പോഴും ഈ ചിന്തയുമായി നടക്കുന്നത് കൊണ്ടല്ല ഈ പറയുന്നത്. ഈ പുരുഷന്റെ ഒരു പ്രകൃതിപരമായ രീതി അതാണ്. അവന് പെട്ടെന്ന് തന്നെ സെക്ഷൽ ഫീലിംഗ് ഉണ്ടാവുകയും ആ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടാൻ ആ ഫീലിംഗ് ഉണ്ടാകുന്ന സമയത്തൊക്കെ അവൻ റെഡിയാണ്. അവന് പെട്ടെന്ന് ആ ഫീലിംഗ് വരികയും പെട്ടെന്ന് അവന് ബന്ധപ്പെടാൻ റെഡിയാവുകയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിവാൻ അവർ കഴിയുകയും ചെയ്യും. ഇനി പുരുഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൾക്കിതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടുമല്ല, അവൾ ഓണായി വരാൻ സമയമെടുക്കുന്നു. നിന്നെ പോലെ, പുരുഷനെ പോലെ ഇൻസ്റ്റന്റ് ആയിട്ട് സെക്ഷൽ തോട്ട് വരുന്ന ആളല്ല പെണ്ണ്. അവൾക്ക് ആ ഒരു സെക്ഷൽ ചിന്താഗതിയൊക്കെ വന്നു കഴിഞ്ഞ് അവളുമായി ഒരുപാട് സെക്ഷലായ സംസാരങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് വരുമ്പോഴാണ് അവൾ പതിയെ ഒന്ന് ഉണർന്നു വരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഉമറിന്റെ മകൾ ഹഫ്സയെ പ്രവാചകൻ വിവാഹം കഴിച്ചു. എന്നിട്ട് ടോസ് ഇട്ടിട്ടൊക്കെയാണ് എടുക്കുക കേട്ടോ ഭാര്യമാരെ. ഇന്ന് ഹഫ്സയ്ക്ക് ഞാൻ, നാളെ ആയിഷയുടെ കൂടെ, മറ്റന്നാളിൽ സൈനബയുടെ കൂടെ, അടുത്ത ദിവസം അടിമപ്പെണ്ണിന്. ആർമാദിച്ച് ജീവിച്ച ഒരു കേമൻ ആ കാലഘട്ടത്തില് നിൽക്കട്ടെ. അപ്പൊ ഹഫ്സയെ പറഞ്ഞ് വാപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഹഫ്സ പോയപ്പോൾ വാപ്പ വിളിച്ചിട്ടില്ല. ഹഫ്സ പെട്ടെന്ന് തിരിച്ചു വന്നു. എന്തിനായിരിക്കും പെട്ടെന്ന് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന് ഓർത്തിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് ഇവിടെ അടിമപ്പെണ്ണ് ഓണായി കഴിഞ്ഞു. നബി ഓൾറെഡി ഓൺ ആണല്ലോ. അപ്പോ ഉസ്താദ് പറഞ്ഞതുപോലെ ആണെങ്കിൽ നബിക്ക് പെട്ടെന്ന് ഓണാവും. കാരണം 40 പുരുഷന്റെ ലൈംഗിക ശക്തിയുള്ള കുഫൈത്ത് എന്ന് പറയുന്ന സാധനമാണല്ലോ നബിയുടെ ഉള്ളിലുള്ളത്. അത് അല്ലാഹു ജിബ്രീൽ മുഖേന കൊടുത്തതാ. ഇരിക്കട്ടെ, എന്തായിരുന്നാലും കളിക്കാൻ പോകുന്നതല്ലേ, അതുകൊണ്ട് ഇത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതേ സുനിൽകുമാർ, ഇങ്ങനെയൊക്കെ ചില കലാപരിപാടികൾ ഉണ്ട് നമുക്കിടയിൽ. അങ്ങനെ അടിമപ്പെൺ ഓണായി, നബി ഓൾറെഡി ഓൺ ആയതുകൊണ്ട് തകർത്ത് പിടിച്ച് കളി നടക്കുക. അങ്ങനെ ഉമറിന്റെ മകളാണല്ലോ ഹഫ്സ, പിടിച്ചെയറിൽ നിർത്തി. അപ്പോ പെണ്ണിന്റെ താല്പര്യം കൂടിയൊക്കെ അറിഞ്ഞിട്ട് കുഴപ്പമില്ല അല്ലേ, ശരി. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന കുളി എന്ന അധ്യായത്തിലെ 188 ഒരു ഹദീസ്, പ്രവാചകൻ രാത്രിയും പകലും, ഇത് പാരസെറ്റമോളിന്റെ ഗുളിക പോലെ നബി കഴിച്ചുകൊണ്ടിരുന്ന സംഗതിയാണ്, രാത്രിയും പകലും 1 മണിക്കൂറിൽ 11 ഭാര്യമാരുമായും പ്രവാചകൻ കളിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കുളി കുളിക്കുമായിരുന്നു. 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിനെ വെച്ച് നോക്കിയാൽ 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ, ശരിയല്ലേ? ഈ 60 മിനിറ്റിനെ 11 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഞാൻ കണക്കിന് വീക്കാണ്. ശിവൻകുട്ടിയെ കണക്ക് പഠിപ്പിച്ച ആൾക്കാരാണ് എന്നെയും കണക്ക് പഠിപ്പിച്ചത്. 9 മിനിറ്റ് സംതിങ് എങ്കിലും കിട്ടുമോ? സാധ്യത കുറയുമോ? ഇത്ര സമയം കൊണ്ടായിരുന്നു പ്രവാചകന്റെ ഭാര്യമാരുമായും സെക്സ് ചെയ്തിരുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്ലാമിന്റെ അനിഷേധ്യ പ്രമാണമായിട്ടുള്ള സ്വഹീഹുൽ ബുഖാരിയാണ്, നമ്മളാരും പറഞ്ഞതല്ല. ഓക്കെ, അപ്പോൾ പെണ്ണ് ഓണായി വരാനുള്ള സമയം പ്രവാചകൻ കാൽക്കുലേറ്റ് ചെയ്തത് എങ്ങനെയാ? അപ്പോൾ ഇദ്ദേഹത്തോട് ഇത് വന്ന് ആര് പണഞ്ഞു കൊടുത്തു? പെണ്ണ് കുറച്ച് സമയമെടുക്കും. ഇയാൾ ഒറ്റട്ടക്കന്ന് ഇയാൾക്ക് ഓണായി, ശരി, ഉദ്ധാരണം സംഭവിച്ചു. ഇനി അവിടെ കൃഷി ഉണ്ടാകണം,
അതിന് കൃഷിസ്ഥലം പാകമാക്കി കിട്ടണം. അതിനിപ്പോ എന്താ ചെയ്യാന്ന് മനസ്സിലായോ? അപ്പോൾ പെണ്ണ് ഓണായി കിട്ടാനെടുക്കുന്ന സമയപരിധി പ്രവാചകൻ എവിടെ പറഞ്ഞു, ആരോട് പറഞ്ഞു, ഏത് പുസ്തകത്തിൽ പറഞ്ഞു? അതൊക്കെ പണയണ്ടേ? മുമ്പിലിരിക്കുന്ന കാമഭ്രാന്തന്മാരെ കമ്പിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറെ വാണങ്ങളായിട്ടുള്ള മലരന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം. ഇല്ലാത്തത് കൊണ്ടുമല്ല, അവൾ ഓണായി വരാൻ സമയമെടുക്കും. നിന്നെ പോലെ പുരുഷനെ പോലെ ഇൻസ്റ്റന്റ് ആയിട്ട് സെക്ഷൽ തോട്ട് വരുന്ന ആളല്ല പെണ്ണ്. അവൾക്ക് ആ ഒരു സെക്ഷൽ ചിന്താഗതിയൊക്കെ വന്നു കഴിഞ്ഞ് അവളുമായി ഒരുപാട് സെക്ഷുവലായ സംസാരങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് വരുമ്പോഴാണ് അവൾ പതിയെ ഒന്ന് ഉണർന്നു വരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത്, നിങ്ങൾ ധാരാളം ചുംബനം നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കണമെന്നാണ്. കാരണം ഒരുപാട് ചുംബനങ്ങളിലൂടെ അത്തരം തോട്ടുകൾ അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും പിന്നീട് ശരിയായിരിക്കും. കാരണം നോമ്പ് കാലത്ത് പോലും നോമ്പ് പിടിച്ച് നോമ്പിന്റെ പകലിൽ ആയിഷയുടെ ചുണ്ട് ഉറിഞ്ചി കുടിക്കാറുണ്ടായിരുന്ന മുഹമ്മദിനെ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രവാചകൻ എത്ര വയസ്സ്? 56. ആയിഷയ്ക്ക് എത്ര വയസ്സ്? 9 വയസ്സ്. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ? ആ പൈതലിനെ ഒന്നും പറയണ്ട. നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ അവർ തയ്യാറായി വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഈ ഒരു സൈക്കോളജിക്കലായ വിഷയം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയും. മാത്രമല്ല ഇത്തരം സംസാരങ്ങളിലൂടെ രണ്ടുപേർക്കും ഭംഗിയായി സെക്ഷൽ ലൈഫ് ആസ്വദിക്കാൻ കഴിയും. അതിലൂടെ ദാമ്പത്യ ജീവിതം നല്ല കെട്ടുറപ്പുള്ളതാക്കാനും കഴിയും. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹൃദ്യമായി സൂപ്പർ സൂപ്പർ. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് പ്രവാചകന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ഇതിൽ കൂടുതൽ ക്ലാസ്സുകളൊന്നും അവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ആർക്കാടാ ഭ്രാന്ത്? സലീമേ, നിന്റെയൊക്കെ കാമഭ്രാന്തല്ലേടാ ഇവിടെ നിന്ന് പുറത്തു വരുന്നത്. അത് ജനങ്ങളൊന്നും മനസ്സിലാക്കിക്കോട്ടെ കാക്ക. അപ്പോ പ്രവാചകന്റെ ഒരു പെണ്ണുമായിട്ടുള്ള കളിയുടെ സമയമെന്ന് പറയുന്നത് എത്ര മിനിറ്റാണ്? 9 മിനിറ്റിന് മുമ്പേ ഞാൻ പറഞ്ഞു പോയി അല്ലേ? അത് തെറ്റാണ്. നിങ്ങൾ ആരും തിരുത്തിയുമില്ലല്ലോ. 60 മിനിറ്റ്. ഞാൻ 9 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞല്ലേ? അയ്യോ, കൂടുതലായി പോയി. അല്ല, 9 മിനിറ്റ് അല്ല. അപ്പോ 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. ഈ 60 മിനിറ്റിനെ 11 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങളും കണക്കിനൊക്കെ വീക്കാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വലിയ വശമൊന്നുമില്ല. 60 മിനിറ്റിനെ 11 ഭാഗിക്കുമ്പോൾ 5.45 മിനിറ്റ് ആണ് കിട്ടുന്നത്. മുമ്പേ ഞാൻ 9 എന്ന് പറഞ്ഞു. അപ്പോ ഈ 5 മിനിറ്റ് കൊണ്ടാണ് പ്രവാചകൻ ഒരു ഭാര്യയുമായി കാര്യം സാധിച്ചിട്ട് പോയിരുന്നത്. തുടയ്ക്കണ്ട, കഴുകണ്ട, കുളിക്കണ്ട, ഇതൊന്നും പ്രവാചകൻ ചെയ്തിട്ടുമില്ല എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ആരുമല്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇസ്ലാമിന്റെ അനിഷേധ്യ ഹദീസ് ഗ്രന്ഥം, ഇസ്ലാമിന്റെ പ്രാമാണിക ഗ്രന്ഥം പറയുന്നതാണ്. അപ്പോൾ ഭാര്യയെ ഓണാക്കി എടുക്കാൻ എത്ര സമയമാണ് പ്രവാചകൻ കണ്ടെത്തിയിരുന്നത്? നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്നല്ലേ നോക്കേണ്ടത്? അപ്പോ ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടാണെങ്കിൽ ആ പ്രവാചകൻ സ്ത്രീകളെ എത്രമാത്രം പരിഗണിച്ചിരുന്നു എന്നതിൽ നിന്ന് വ്യക്തമല്ലേ? സ്ത്രീകളുടെ ഇഷ്ടങ്ങൾ, സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ, അവരുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് പ്രവാചകൻ പരിഗണിച്ചിരുന്നത്? കാര്യം മനസ്സിലായല്ലോ.
മോനെ ഇങ്ങോട്ട് വന്നേ. വിളിച്ചാ വരില്ല അല്ലേ? എസിയുടെ സ്വിച്ച് എന്നിട്ട് ഞാൻ വാട്സപ്പിലല്ലേ വിളിച്ചത്. ഇവൻ പോയിട്ടില്ല. എസിയുടെ ഇൻവെർട്ടറിൽ നിന്ന് മാറ്റി കറണ്ടിലാക്കിക്കോ കേട്ടോ. ഓക്കെ. അപ്പോ പ്രവാചകന്റെ 11 ഭാര്യമാരും 1 മണിക്കൂറും അല്ലെ, 1 കുളിയും 5.45 മിനിറ്റാണ് പ്രവാചകൻ ഒരു ഭാര്യയുമായി സംസർഗത്തിനു വേണ്ടി വിനിയോഗിച്ചിരുന്നത്. അങ്ങനെ വരുമ്പോൾ ഓണാകാനുള്ള സമയം ഉസ്താദിനോട് ആരാണ് വന്ന് പറഞ്ഞത് എന്നൊന്നും ചോദിക്കരുത്. ശരി, അപ്പോൾ പ്രവാചകന്റെ ലൈംഗികത, സെക്സ് പ്രവാചകൻ പഠിപ്പിച്ചത് ഉസ്താദ് പറയുന്നുണ്ട് കേട്ടോ. ഉടുപ്പ്, ബെഡ്ഷീറ്റ്, പെണ്ണിന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാകരണം, വിശദീകരണം, നിർവചനം. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ കിടക്കണം. ഖുർആൻ പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ്. അല എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫൗഖ, മുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ. പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോ ഇന്ദ്രിയസ്ഥലം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം. പക്ഷെ ഇന്ദ്രിയസ്ഥലം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നുകൊണ്ടാകരുത്. മൂത്രസന്ധി, പിത്താശയസന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബന്ധപ്പെടാൻ പക്ഷേ ശീതസ്ഥലം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ ഭർത്താവ് മുകളിൽ. അതാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ താക്കൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷിസ്ഥലമാണ്, വിളനിലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ ഷിഹാബെ, വാപ്പയുടെ മുറിയില് ഒളിഞ്ഞു നോക്കിയിട്ടുള്ള വിജ്ഞാനമാണോ? കൊള്ളാലോടാ. വാപ്പയുടെ ഉമ്മയുടെ അറിവോടുകൂടി തന്നെയാണോ ഉമ്മയുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിയത്? അതോ വാപ്പ പറഞ്ഞോ മോനെ ഞാനിതിനകത്തുണ്ടാവും, നീ സൈഡിൽ വന്നൊന്ന് നോക്കിയാൽ മതി എന്ന് വാപ്പ പറഞ്ഞോ? ആ സിമിലി അല്ലേ? സിമിലി ഇത് നുണയല്ല. ഇത് ഇപ്പൊ അബൂബക്കർ കാസിമി പറയുന്നതാ. ഞാൻ നുണ പറഞ്ഞു എന്നാ വിചാരിക്കണതല്ലേ? ഇസ്ലാമിലെ കുറച്ച് പ്രാമാണിക ഗ്രന്ഥങ്ങളുണ്ട്. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മാജ, നസാഇ പോലെയുള്ള ചില ഗ്രന്ഥങ്ങൾ ഉണ്ടെന്നേ. ആ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടേ ഖുർആനും ഹദീസും ഒക്കെ മനസ്സിലാകും. അത് മനസ്സിലാക്കി തരാനാണ് ഇതുപോലെയുള്ള പൊറോട്ട കെട്ടുകാര് കേട്ടോ. ന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറിവ് പോലെയാണ്, അത് ഭൂമിയാണ്, വന്നുത്തുപ്പയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ പെണ്ണിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറിവ് പോലെയാണ്, അത് ഭൂമിയാണ്, നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന പെണ്ണിനോടുള്ള ആദരവ് കുറഞ്ഞു പോയാ പറയണേ. ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ, അത് വിത്തുകളാണ്. ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ്. ആ വിളകളാണ് സന്താനങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ ജാഗയാണ്. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം. എങ്ങനെയാണത്? പുറകിലൂടെയോ, കായിമത്തിൽ നിന്നുകൊണ്ടോ, കാരികത്തിൽ മുത്തുകാരിൽ നിന്നുകൊണ്ടോ, കായികത്തിൽ ഇരുന്നു കൊണ്ടോ, മുസ്തൽഖിയത്തിൽ മലർത്തി കിടത്തിയോ, ധരിച്ചു കിടത്തിയോ, പ്രവാചകന്റെ കളിയിലെ കരുതല് ഭാഗത്തിലൂടെയോ, പിൻഭാഗത്തിലൂടെയോ, പക്ഷേ ദ്വാരം ഒന്നേ ആകാവൂ. കരുതൽ എങ്ങനെയാണ് സൗകര്യം പോലെ എങ്ങനെയെങ്കിലും നാളെ ജുവല്ലറിക്കാരന്മാർ സ്വർണ്ണം കിട്ടും. കല്യാണം കഴിക്കാൻ കിടക്കല്ലേ? എങ്ങനെയാണ് ഹക്കിനെ അവനാ പറഞ്ഞു, ഇത് പറയാതെ പോലെ എന്റെ ജീവൻ മൊത്തം തകർന്നു പോകും. അയലിന്റെ സമയത്ത് ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല. അയലിന്റെ സമയത്ത് അപ്പോ തങ്ങൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം. പിന്നെ അതിലും ചില ഉലമാക്കൾ നമുക്കതാ മനസ്സിലാക്കണം. ഷിഹാബെ, നബിയുടെ ബെഡ്റൂമിന്റെ സൈഡിൽ നിന്ന് ഉസ്താദാടാ ഈ പറഞ്ഞു തരുന്നത്.
മിണ്ടാതൊരു മൂലയ്ക്ക് കേട്ടോണ്ടിരുന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കളിക്കാൻ നോക്കടാ, സുന്നത്തെങ്കിലും കിട്ടും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കളിയെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. കളിയിലെ പടച്ചവന്റെ കരുതലിനെ കുറിച്ച് ചിന്തിക്കാതെ ഉമ്മായും പാപ്പായും കളിച്ചോട്ടെ, നീ അവിടെ നിങ്ങോട്ട് മാറ് വൃത്തികെട്ടവനെ. നിന്നുകൊണ്ടൊരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാം, പക്ഷേ ശുക്രം കയറ്റാൻ പാടില്ല, ഇന്ദ്രിയത്തല്ല ഉണ്ടാകാൻ പാടില്ല. ശ്രദ്ധിക്കണം. അങ്ങനെ ബന്ധപ്പെടുന്നതിന് അതുപോലെയുള്ള ഒന്നോ എതിർക്കുന്നതായിട്ട് ചില സന്ദർഭങ്ങളിൽ കാണാം. കാരണം എന്താണ്, അതിലൂടെ മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം. അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയത്തല്ല ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം എന്നാണ് പരിശുദ്ധ പഠിപ്പിക്കുന്നത്. എന്തിനാണ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതൊക്കെ ചെയ്യാൻ ഇസ്ലാം തരുന്നതിനാ? ഉസ്താദ് നമിച്ചു ഗുരുവേ, നമിച്ചു. ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടും മനസ്സിലാകാത്ത കുറച്ചു മടലുകള്. ഇതിൽ കൂടുതൽ എങ്ങനെയാ പ്രവാചകൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്? പിഴച്ചോന്റെ ആശയം എല്ലാം നാവുപിഴയാണല്ലോ. പടച്ചോന്റെ ആജ്ഞയനുസരിച്ച് കൃത്യമായിട്ടൊന്നുമല്ലെങ്കിൽ കളിയും കുളിയും നിങ്ങളെ പഠിപ്പിച്ചില്ലേ ഈ മഹാനായ പ്രവാചകൻ? പിന്നെ നിങ്ങൾ ഇവിടെ കളിക്കാൻ വണ്ണം കളിച്ചാൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് പോകാം. പിന്നെ കളിയൊക്കെ കഴിഞ്ഞു, ഇനി കുളി വേണ്ടേ? പറയൂ ഉസ്താദേ. പരസ്യം ഉണ്ടല്ലേ? ശരി, ജൂതന്റെ പരസ്യം വേണ്ട, ജൂതന്റെ വരുമാനമായിക്കോട്ടെ. അപ്പോൾ വരട്ടെ. ഔറത്ത് മറക്കാതെ കുളിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ കുളിക്കുന്നതിനെ കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്താണ് വിധി പറയുന്നത്? ഇസ്ലാമികമായ അതിന്റെ വിധി എന്താണ്? നമ്മളൊക്കെ കുളിക്കുന്ന കക്കൂസും കുളിമുറിയും, മുൻദ്വാരവും പിൻദ്വാരവും, കളിയും കുളിയും, ഇതൊന്നും വിട്ടിട്ടേ ഒരു കളിയില്ല കേട്ടോ ഇസ്ലാമിന്. സമയത്ത് പലപ്പോഴും ഒന്നെങ്കിൽ ടോയ്ലറ്റിലോ ബാത്റൂമിലോ അതല്ലെങ്കിൽ പരസ്യമായി പല പുഴവട്ടിലോ മറ്റോ ഒക്കെ കുളിക്കുന്ന ആളുകളായിരുന്നു. ആ സമയത്ത് നഗ്നമായി കുളിക്കാൻ പറ്റുമോ? അവർക്കൊന്നും മറക്കാതെ വെളിവാക്കിക്കൊണ്ട് കുളിക്കുന്നതിന് വിധി എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റു കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറയുന്നു, ആളുകൾ കാണുന്ന രൂപത്തിൽ പരസ്യമായി കുളിക്കുകയാണെങ്കിൽ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. ഒരിക്കലും ഔറത്ത് മറക്കാതെ കുളിക്കാൻ പറ്റില്ല. ഈ തനിച്ചു കുളിക്കുന്ന സമയത്ത് ഔറത്ത് മറച്ചു കുളിക്കലാണ് ഏറ്റവും അഫ്ളൽ. അല്ലാതെ കുളിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠത. അതായത് കന്തൂറയിട്ട് കുളിക്കണം. ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് വേണമെങ്കിൽ ഒരു കോട്ട് വിട്ടോ, ഒരു വലത്തൊപ്പി ഇടാമോ, എന്തെങ്കിലും ആവട്ട് പുല്ല്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. മുത്തുനബി ഔറത്തിന്റെ വിഷയത്തിൽ വലിയ കണിശത പുലർത്തിയിട്ടില്ലേ? ജനങ്ങൾ കാണുന്ന സ്ഥലത്ത് ഔറത്ത് കാണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ മൂസാ നബിയെ കുറിച്ച് ആളുകൾ പറഞ്ഞു നടന്നു. സക്കീർ മറ്റേ മോളെ എന്ന് പറയുമ്പം ആരുടെ മോളായിട്ട് വരും? അബ്ദുള്ളയുടെ മോനായിട്ട് വരുമോ മുഹമ്മദ്? അതോ അബൂജഹലിന്റെ മോനായിട്ട് വരുമോ? അതോ കുന്നിൻ ചെരുവിലെ ഈത്തപ്പനയായിട്ട് വരുമോ? ആരുടെ മോനെ ഉദ്ദേശിച്ചത്? എനിക്ക് പറയാൻ വാപ്പയുണ്ട്. മുഹമ്മദ് അണ്ണന് വാപ്പയുണ്ടാ? ഉണ്ടോടാ? അലവലാദികളെ എടുത്ത് വലിച്ച് കീറി ചവിട്ടി തേക്ക് ഞാൻ പൊയ്ക്കോടുന്ന്. ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ ഇനിയൊക്കെ മൂഞ്ചാനാണോടാ മദ്രസയിൽ പോയത്? ഉസ്താദിന് കമന്ന് കിടന്നു കൊടുക്കുക മാത്രമായിരുന്നില്ലടാ ചെയ്യേണ്ടത്. ആ കിതാബിലുള്ള സാമാനങ്ങൾ ഒന്ന് പാച്ചണം, അല്ലെങ്കിൽ മൂലയ്ക്ക് പോയിരി, പാപ്പിച്ച് തരാം, പാച്ചിട്ട് പൊയ്ക്കോ. നാറികളെ, ഇതൊന്നും ഇവന്മാരൊന്നും പറയുന്നത് കേട്ടിട്ടും തലയ്ക്കകത്ത് ഓളമാണോടാ തെണ്ടികളെ നിനക്കൊക്കെ. ഈ വൃത്തികെട്ട കാമഭ്രാന്തന്മാര് പറയുന്ന കാമഭ്രാന്തുകൾ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിയാ പറയുന്നത്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്നാ പറയുന്നത്, പ്രവാചകൻ കളിച്ച കളിയും കുളിയുമാ പറയുന്നത്. അന്നേരം എന്നെ മറ്റേ മോളേന്നോ? ഇറങ്ങി പൊയ്ക്കോ മറ്റേ മോനെ. എന്നിട്ട് നബിക്ക് ഏതെങ്കിലും ഒരു മോനെ കൊണ്ടുവന്ന് നിർത്ത് വാപ്പയായിട്ട്. ചെല്ലേ. ഷിഹാബ് കുറെ നേരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് മോനൊരു മൂലയ്ക്ക് വരുന്ന മൂഞ്ചി ചെല്ലേ. പഠിപ്പിക്കുന്നുണ്ട്, ജനങ്ങൾ കാണുമ്പോൾ ഔറത്ത് മറക്കണം എന്ന് പറയുമ്പോൾ അല്ലാത്ത സമയത്ത് അള്ളാഹു കാണുന്നുണ്ടല്ലോ, അള്ളാഹു കാണുന്ന സമയത്തും ഔറത്ത് മറക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്നതിന് മുൻപ് തന്നെ ഔറത്ത് വെളിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇരുന്നതിന് ശേഷം ആവശ്യമായ രൂപത്തിൽ ആ സ്ഥലങ്ങൾ മാത്രം വെളിവാക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്.
അതായത് അതായത് ചുരുക്കം പറഞ്ഞാൽ തൂറാൻ പോകുമ്പോൾ പാന്റും നിക്കറും ഊരരുത്. ശരിയല്ലേ ഉസ്താദെ? ശരിയല്ലേ? മൂത്രം ഒഴിക്കാൻ പോകുമ്പോ സിബുണ്ട് അല്ലേ പാന്റില്, തൽക്കാലം അത് ചെയ്യാം. അപ്പോ മനസ്സിലായല്ലോ. അപ്പൊ കക്കൂസിൽ എന്താണ് ഉസ്താദെ പ്രശ്നം, എന്താണ് ഒന്ന് പറഞ്ഞില്ല? അത്രത്തോളം ആ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവണം എന്നർത്ഥം. ഇനി അങ്ങനെ മറക്കാതെ നമ്മൾ ചെയ്താൽ പൈശാചികമായ ഒരുപാട് ഷെറുകൾ നമുക്ക് ഉണ്ടാവാൻ അത് കാരണമാണ്. ആ കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കും. പിന്നെ ഒരു കാര്യമുണ്ട് ഉസ്താദെ, പിശാജ് ബാത്റൂമിലല്ലേ ഒളിഞ്ഞു നോക്കുള്ളൂ. പടച്ചോൻ കട്ടിലിന്റെ അടിയില. പടച്ചോനെ ഓരോ ബെഡ്റൂമിന്റെയും അടിയിൽ വന്നിട്ട് പെണ്ണെ നമുക്കിന്ന് കളിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കാക്ക, കുറച്ച് പാത്രം കഴുകാനുണ്ട്, നീ നാശമാ പോവേ, നീ ഉരുപ്പിടിക്ക മാട്ടെ, കല്ലിലടിച്ച പൂക്കുല പോലെ ചിതറിത്തെറിപ്പേ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് പ്രാകലാണ് പടച്ചോന്റെ പണി. ഒന്നും അല്ലെങ്കിൽ പിശാജ് എത്ര മാന്യതയുള്ള ആളാ. കക്കൂസിലല്ലേ പോയി കാത്തിരിക്കുന്നുള്ളൂ, അവിടെ ഉറപ്പായിട്ടും ആളുകൾ വന്ന് തുണി പൊക്കുമെന്ന് അറിയാം. അതുകൊണ്ട് മറ്റേ ബെഡ്റൂമിൽ കയറിയിരിക്കുന്ന പടച്ചോനെ കാട്ടി എന്ത് നല്ലവനാണ് പിശാച്, വരാ പിടിച്ചവന്മാരെ. ആ കുളിക്കുന്ന വിഷയത്തിലും മലമൂത്ര വിസർജനത്തിന്റെ സമയത്തുമൊക്കെ ഔറത്ത് മറക്കുന്ന വിഷയം കണിശമായി നമ്മളത് പുലർത്തണം. ഇത്രയും ആളുകളെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച മതം വേറെയില്ല. സെക്സ് വിട്ടൊഴിഞ്ഞ് ഒരു മതമില്ല. ഇസ്ലാം വേണമെങ്കിൽ ഉറപ്പായിട്ടും അതും ഇതും മറ്റേതും ഒക്കെ വേണം. അതൊക്കെ ഉണ്ടെങ്കിലേ ഒരു എരിയും പുളിയും ഒക്കെ ഉള്ളൂ. ഹറാമ് സംസാരിക്കുന്നത് ആരാടാ എന്നാ കേള്. നമ്മള് ഭാര്യ ഭർത്താക്കന്മാരെ, പ്രത്യേകിച്ച് ഭാര്യമാര്, അവരുടെ ഒരു വലിയ വിഷയം, അത് ചെറിയൊരു കാര്യമാണ്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയമാണ്, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് വളരെ സന്തോഷത്തോടുകൂടെ. നമ്മളത് അവരുടെ മുഖത്തേക്ക് നോക്കി കേൾക്കാതെ വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിരുന്നിട്ട് എന്നിട്ട് മനസ്സിലായോ? ഭാര്യയുമായി നിരന്തരം സെക്സ് സംസാരിക്കണം എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ശരി അനസേ, ഒരു കാര്യം ചെയ്, ഞാൻ ഹറാമാണെന്ന് നിനക്ക് മനസ്സിലായല്ലോ, ആ ഹറാമിൽ നിന്നും നമ്മൾ വിട്ടൊഴിഞ്ഞു പോകണം കേട്ടോ. ഫഹദെ, നീ നിസ്കരിക്കാൻ പോകുന്നത് ഉസ്താദിന്റെ കുണ്ടി നോക്കാനാണോ? അതിപ്പോ മനസ്സിലായി. എന്തായിരുന്നാലും നിന്റെ നാട്ടിൽ പെണ്ണുങ്ങള് ഇമാമ് നിൽക്കാത്തത് ഭാഗ്യം കേട്ടോ. എന്നാ നീയൊക്കെ അതുമല്ല അതിന്റെ അപ്പുറവും ചെയ്തേനെ. ഇപ്പൊ മനസ്സിലായോ? ഇവന്മാര് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇവർക്കൊക്കെ ഇത്രയ്ക്കും കുരു പൊട്ടാൻ എന്തിരിക്കുന്നു? എടാ, ഇസ്ലാമിന്റെ മാനദണ്ഡമെന്ന് പറയുന്നത് ഖുർആനും ഹദീസുമാണ്. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റണം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സെക്സിന് ഇസ്ലാം ഇത്രയധികം പ്രാധാന്യം നൽകിയതിന്റെ പേരിൽ കോടാനുകോടി മനുഷ്യന്മാരുടെ ജീവൻ അപകടത്തിലായി. എന്താണെന്നറിയാമോ? ജൂതന്മാരെ കൊന്നാൽ ഇവരെ കാത്തിരിക്കുന്ന ചൊറുകമുണ്ടല്ലോ, ഹൂറികളുടെ മാറിടമുണ്ടല്ലോ, അതായിരുന്നു ഇവന്റെ ഒക്കെ ലക്ഷ്യവും ശ്രദ്ധയും. അപ്പോ ഹൂറികളുടെ വിശപ്പുള്ള യോനിക്കു വേണ്ടി വളയാത്ത ലിംഗവും പ്രതീക്ഷിച്ച് ഈ നായിന്റെ മക്കള്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. ഓസ്ട്രേലിയയിൽ ഇപ്പൊ കാണിച്ചു കൂട്ടിയത് കണ്ടില്ലേ ഒരു തന്തയും മോനും? ഇല്ലേ? അജ്മൽ കസബ് എന്തിനായിരുന്നു ഭീകരാക്രമണം നടത്തിയത്? എന്തിനായിരുന്നു തഹാവൂർ ഹുസൈൻ റാണ ഇത് ചെയ്തത്? ഇവന്മാർക്ക് വിശപ്പുള്ള യോനിയാണ് ലക്ഷ്യം. സ്വർഗത്തിലെ കളിക്കു വേണ്ടി ഹൂറികളുമായിട്ടുള്ള ശയനം സ്വപ്നം കണ്ടിട്ട് ഇവന്മാര് പൊട്ടാനും പൊട്ടിത്തെറിക്കാനും തയ്യാറായി. കാരണം അള്ളാഹു അത് വെച്ചുകൊണ്ടാണല്ലോ വിളിക്കുന്നത്. അത് കിട്ടിയാൽ നമ്മുടെ ജീവിതം ധന്യമായില്ലേ എന്ന് നിങ്ങളൊരു ചിത്രം കണ്ടിരുന്നോ? ഈ നാറിയുടെ ചിത്രം കണ്ടിരുന്നു? ഫഹദെ, ഏറ്റവും കൂടുതൽ സെക്സിന് എളുപ്പം ഇസ്ലാമാണ് കേട്ടോ. ഒരു പർദ്ദയും മക്കനെയും ഇട്ട് മുഖവും മൂടി പോയാൽ മതി. വേശ്യാലയത്തിൽ പോയാൽ പോലും സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.
ഞാൻ പറഞ്ഞതല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല. ബാലുശ്ശേരി പറഞ്ഞു. കാസിമെ, ആദ്യം പോയി മലയാളം പഠിച്ചിട്ട് വാടാ, എന്നിട്ട് പോരെ. ആദ്യം പോയി മലയാളം അക്ഷരത്തെറ്റില്ലാതെ